ഹായ് മക്കളെ, യെസ്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി എക്സാം ആണല്ലേ. യെസ്, അപ്പോൾ നമുക്ക് കെമിസ്ട്രി എക്സാമിൽ നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും വേഗം തന്നെ നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വെച്ചോളണം. യെസ്, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിംഗ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ചാപ്റ്റർ നമുക്ക് തേർഡ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ, തേർഡ് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അല്ലേ. ഓക്കെ, നമുക്കറിയാം വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തു നോക്ക്. എ കാറ്റയോൺ, മക്കളെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ദ കറസ്പോണ്ടിങ് ന്യൂട്രൽ ആറ്റം വൈൽ ആനയോൺ ഈസ് ലാർജർ. ജസ്റ്റിഫൈ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താ പറയുന്നത്? എ കാറ്റയോൺ ഈസ് സ്മോളർ than the corresponding neutral atom while anion is larger. Justify. Cations anions അല്ലേ. അപ്പോൾ നമുക്കറിയാം cations carrying positive charge, anions carrying negative charge അല്ലേ. അപ്പോൾ അതിന്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എന്തോ ഒരു ചേഞ്ചസ് ആണ് നമുക്ക് ഇത് കാരണമാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, അതിന്റെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. നേരെ നോക്കാം. This is because of the greater effective nuclear charge in cations. അല്ലേ, നമുക്കറിയാം അല്ലേ. എന്താ, കാറ്റയോൺസിന് ഒരു ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ട് അല്ലേ. കാറ്റയോൺസിന്റെ ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അല്ലേ. അപ്പൊ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് പറയുന്നത്? ന്യൂക്ലിയർ ചാർജ് മീൻസ് എന്താ പറയുക, ന്യൂക്ലിയസും പുറത്തുള്ള ഇലക്ട്രോൺസ് നമ്മുടെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. But in the anions the addition of one or more electrons would result in the increased electronic repulsion and a decrease in effective nuclear charge. അതായത് നമ്മൾ നമുക്കറിയാം ഇലക്ട്രോൺസ് ക്യാരി നെഗറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ആനിയോൺസ്, അത് ആനിയോൺസിന്റെ കാര്യത്തിലാണെങ്കിൽ, പക്ഷേ നമുക്ക് ഇന്ന് ആനിയോൺസ് കാര്യം എടുക്കണമെങ്കിൽ the addition of one or more electrons would result in an increased electronic repulsion. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രോൺസിലേക്ക് വീണ്ടും ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് സംഭവിക്കുന്നത് നമുക്ക് ഇലക്ട്രോൺസ് ക്യാരിങ് നെഗറ്റീവ് ചാർജ് അല്ല മക്കളെ. അതായത് ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, വീണ്ടും ഒരു ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, സെയിം ചാർജസ് വരികയാണെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കുള്ളൂ. അൺലൈക്ക് ചാർജസ് എന്തായിരിക്കും, നമുക്ക് അട്രാക്ഷൻ ആയിരിക്കും അല്ലേ. ഇലക്ട്രോൺസിലേക്ക് ഇലക്ട്രോൺസ് തന്നെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് അത് റിപ്പൽ ചെയ്ത് പോകുന്നുണ്ട്, റിപ്പൽഷൻ ഉണ്ടാവും. അതാണ് എന്ത് സംഭവിക്കുന്നത് പറയുന്നത്, ഇൻക്രീസ് ഇലക്ട്രോണിക് റിപ്പൽഷൻ. അവിടെ എന്തുണ്ടാകും, നമുക്ക് ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടാണ് ചെയ്യുക. സാറ് പറഞ്ഞു എന്താ കാര്യം, ഇലക്ട്രോൺസ് ക്യാരിങ് നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് വീണ്ടും ഒരു ഇലക്ട്രോൺസ് കൂടി ആഡ് ചെയ്യുമ്പോൾ അവ തമ്മിൽ റിപ്പൽ ചെയ്ത് പോകും. ആൻഡ് എ ഡിക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ സംഭവിക്കുന്നത് നമുക്ക് അവിടെ നമുക്ക് അതിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുക. സോ അതുകൊണ്ടാണ് മക്കളെ എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ദ കറസ്പോണ്ടിങ് ന്യൂട്രൽ ആറ്റം വൈൽ ആനിയോൺ ഈസ് ലാർജർ ദാൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്നറിയാം, എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ കറസ്പോണ്ടിങ് ന്യൂട്രൽ ആറ്റം വൈൽ ആനിയോൺ ഈസ് ലാർജർ. ചിലപ്പോൾ കാറ്റയോൺ എന്ന് പറയുന്നത് നമ്മൾ എന്നറിയാം, അവിടെ പോസിറ്റീവ് കൊടുക്കാം. ദെൻ ആനിയോൺസിലിപ്പോൾ പകരം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നെഗറ്റീവ്സ് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സെയിം ആൻസർ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. സാർ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യും കേട്ടോ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക് നോക്കാം. എലമെന്റ് ഹാവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അതായത് ഒരു എലമെന്റ്സിന് എന്തുണ്ട്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പൊ എന്താ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്, നമുക്കറിയാം ഇലക്ട്രോൺസിന് ഗെയിൻ ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു എനർജി നമ്മൾ പറയുന്നവരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അപ്പൊ എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്ത് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറാനുള്ള കപ്പാസിറ്റിക്ക് നമ്മൾ പറയുന്നവരാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. Which two elements belong the same group? Okay, one of us has highest electronegativity and other highest electron gain enthalpy. Identify as. എന്താ, നമ്മൾ ഒരു with two elements belong same group, അതായത് ഒരേ ഗ്രൂപ്പിൽ വരുന്ന രണ്ട് എലമെന്റ്സ് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ one of has the highest electronegativity. ഒരെണ്ണത്തിന് എന്തുണ്ടായിരുന്നു, നമുക്ക് highest electronegativity ഉണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ എന്താ പറയുന്നത്, അവിടെ നമ്മൾ രണ്ടാമത്തെ എലമെന്റ്സിനുള്ളത് നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട് അല്ലെ, ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്. സോ ഐഡന്റിഫൈസ്, നമുക്ക് ഇത് രണ്ടിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളെടുത്ത് അല്ലെ. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം മക്കളെ. അതിന് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് സാർ, മാർക്കോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ചില മിക്കവാറും ഓൾമോസ്റ്റ് കുട്ടികൾക്ക് ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടാവും. നമ്മൾ മാർക്ക് കൂടെ അവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നോക്കാം. ക്വസ്റ്റ്യൻ ബിയിലേക്ക് വരാം നമുക്ക്.
ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് അല്ലേ? സർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നുള്ളത്. Then നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീസ് വാല്യൂ ഓഫ് നോബിൾ ഗ്യാസസ് ആർ 0. വൈ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീസ് വാല്യൂസ് ഓഫ് നോബിൾ ഗ്യാസസ് ആർ 0. വൈ? എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നോബിൾ ഗ്യാസസിന് 0 ആവാനുള്ള റീസൺ അല്ലേ? ഓക്കെ, നോബിൾ ഗ്യാസിന് 0 ആവാനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് എങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് സാർ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇടാം. നോക്കി ആൻസർ നോക്കുക. എലമെന്റ്സ് വിത്ത് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. നമുക്കറിയാം ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ടു പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ എന്താ പറയുക, നമുക്ക് അപ് ടു മക്കളെ ഡൗൺ ടു അപ്പ് മൂവ് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന ഗ്രൂപ്പ് 18th ഗ്രൂപ്പാണ്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യില്ല കേട്ടോ, കാരണം 18th ഗ്രൂപ്പിന്റെ പ്രത്യേകത ഉണ്ട്. 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് സ്റ്റേബിൾ ആയതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ നമ്മൾ അതിന് മുമ്പത്തെ ഗ്രൂപ്പാണ് 17th ഗ്രൂപ്പ് അല്ലേ? 17th ഗ്രൂപ്പിൽ ഏറ്റവും മുകളിൽ വരുന്നത് എലമെന്റ്സ് ഏതായിരിക്കുള്ളൂ? ഫ്ലൂറിനാണ്. അപ്പൊ ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഏറ്റവും മുകളിൽ നിന്ന് സാറ് പറഞ്ഞല്ലേ, അപ്പൊ ഏറ്റവും മുകളിൽ വരാനുള്ള റീസൺ എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്നതും ദെൻ എന്താ പറയാ ഡൗൺ ടു അപ്പ് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നതുമായിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഫ്ലൂറിനായിരിക്കുള്ളൂ. അപ്പൊ ഫ്ലൂറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇനി അടുത്തത് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി, ഫ്ലൂറിനാണ്. ആൻഡ് വിത്ത് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മക്കളെ, ഫ്ലൂറിനേക്കാളും ഇലക്ട്രോൺസ് ഗെയിൻ എൻതാൽപ്പി ഉള്ളത് ക്ലോറിനാണ് കേട്ടോ. ഓക്കെ, അതായത് ഫ്ലൂറിന്റെ തൊട്ടടി കിടക്കുന്ന എലമെന്റ്സ് ആണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ക്ലോറിൻ ആണ് എന്ന് പറയുന്നത്, ക്ലോറിൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് ഗെയിൻ എൻതാൽപ്പി ഉള്ളത് കേട്ടോ. ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാണ്. പക്ഷേ ക്ലോറിൻ ആണെങ്കിലോ ഫ്ലൂറിനേക്കാൾ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്നത് ക്ലോറിൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പൊ എന്തുകൊണ്ടാണെന്നുള്ളതാണ് അടുത്തതിൽ വരുന്നത് നമുക്ക് കേട്ടോ. നോക്കിയേ, ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച്, അതായത് എൻതാൽപ്പി ചേഞ്ച് when an electron is added to the outermost shell of the isolated gaseous atom അല്ലേ? അതായത് നമ്മൾ എന്ത്, it is the heat change when an electron is added to the outermost shell of an isolated gaseous atom. ഒരു വാതകാവസ്ഥയിലിരിക്കുന്ന ഒരു എലമെന്റ്സിന്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽസിലേക്ക് ഒരു ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ ആവശ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഏറ്റവും എന്താ പറയാ ലോവസ്റ്റ് എനർജി, ആ എനർജി നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഒരു വേർഡിൽ ഹീറ്റ് ചേഞ്ച് അല്ലേ മക്കളെ? ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഹീറ്റിലാണ് കേട്ടോ. ഏത് ഫോമിലാണ്? നമുക്ക് ഹീറ്റ് എനർജി ഫോമിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് അവിടെ ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സീഡ് ആൻസർ ആണ് അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഓഫ് നോബിൾ ഗ്യാസസ് ആർ 0. വൈ? നമ്മൾക്കറിയാം എന്താണ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണല്ലേ? അതായത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസിൽ 8 ഇലക്ട്രോൺസ് കണ്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് എന്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ട്? ഒക്ടേനിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഒക്ടേനിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. നമുക്കറിയാം മക്കളെ, എന്താ ഒരു എലമെന്റ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ദേ അറ്റൈൻ ദ സ്റ്റെബിലിറ്റി. അവർക്ക് എന്താ അറ്റൈൻ ചെയ്യണം? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം അല്ലെ? സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്റ്റേബിൾ ആവണമെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസിൽ 8 ഇലക്ട്രോൺസ് വരണം. അപ്പൊ 8 ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അതിന് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഓക്കെ, ചെയ്യാനുള്ള സിറ്റുവേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നോർമലി അത് എന്ത് ചെയ്യില്ല? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോബിൾ ഗ്യാസിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എന്തുണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യില്ല? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇൻ കേസ് ഓഫ് ദ ഹീലിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹീലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, 8 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ, അത് ഒക്ടേനിറ്റി എന്ന് പറയുന്നുള്ളൂ. 2 ഇലക്ട്രോൺസ് വന്നതിന് ഒക്ടേനിറ്റി എന്ന് പറയും. മക്കളെ ഒരു കാര്യം ഉണ്ടാം, അതായത് ഹീലിയത്തിന് ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, കെ ഷെല്ല് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കെ ഓർബിറ്റൽസ് മാത്രമേ ഉള്ളൂ. കെ ഷെല്ലിൽ ഇൻക്ലൂഡ് ആകാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹീലിയത്തിന് 2 ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും. അതുകൊണ്ടാണ് ഹീലിയം എന്തിൽ വന്നിരിക്കുന്നത്? നോബിൾ ഗ്യാസിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ഡ്യൂ ടു ദ സ്റ്റേബിൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ. അതായത് എന്താ കാരണം? ഇലക്ട്രോൺസ് ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഓഫ് നോബിൾ ഗ്യാസ് 0 ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ 18th ഗ്രൂപ്പ് എലമെന്റ്സ് ഉണ്ടല്ലോ. 18th ഗ്രൂപ്പ് എലമെന്റ്സ് ഇസ് കോമൺലി നോൺ ആസ്
നോബിൾ ഗ്യാസസിന്റെ ഒക്ടേനിറ്റി അറ്റൈൻ ചെയ്ത അല്ലെങ്കിൽ നോബിൾ ഗ്യാസിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അതെന്തായിട്ട് മാറും സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഡസൻ പാർട്ടിസിപ്പേറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂസ് ബിക്കം എ 0. ഇലക്ട്രോൺ ഗെയിൻ വാല്യൂ എന്തായിട്ട് മാറുന്നു, 0 ആയിട്ട് മാറുന്നു കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി ഒരു കാര്യമുണ്ട്, അവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ദ വാല്യൂ ഓഫ് നോബിൾ ഗ്യാസ് 0 y എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സാർ വേറെ ക്വസ്റ്റ്യൻസ് അവിടെ മേക്ക് ചെയ്ത് തരാം, വേറെ ഒന്നുമല്ല. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഓഫ് ഹീലിയം is 0 y എന്ന് വേഗം നോക്കിയും. ഓക്കെ, അല്ലെങ്കിൽ എന്താ ഹീലിയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർഗൺ, ക്രിപ്റ്റോൺ, അതൊക്കെ എവിടെ വരുന്നതാണ്, നമുക്ക് നമ്മുടെ നോബിൾ ഗ്യാസസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ക്വസ്റ്റ്യൻസ് ഇതേ മോഡൽ വേറൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ സെറ്റ് അല്ലേ? യെസ്, നമുക്ക് അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. തേർഡ് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ എ, ഹു ഇൻട്രൊഡ്യൂസ് ദ പീരിയോഡിക് ലോ ഓഫ് എലമെന്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം സ്റ്റേറ്റ് ദ ലോ. ഓക്കെ, നോക്കുക, രണ്ട് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക്. എന്താ പറയുന്നത്, ഹു ഇൻട്രൊഡ്യൂസ് ദ പീരിയോഡിക് ലോ ഓഫ് ദ എലമെന്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം നമുക്ക് പീരിയോഡിക് ലോ, അതായത് നമ്മൾ എന്താ പറയുക, നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, അതുമായി റിലേറ്റഡ് ആയിട്ട് പീരിയോഡിക് ലോസ് ഉണ്ട്, കുറെ പേര് അത് എന്ത് പറയാൻ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ലോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ ഓഫ് എലമെന്റ്സ്. നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന പീരിയോഡിക് ലോ ഇല്ലേ, ഓക്കെ, ഇപ്പൊ ഉപയോഗിക്കുന്ന പീരിയോഡിക് ലോയുടെ ഒരു എന്താ പറയാ ലോസ് ഉണ്ട് നമുക്ക് അല്ലെ, ആ ലോ ആണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. സോ നമുക്കറിയാം അല്ലെ, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് മെൻഡലീവ് ആണ്. മെൻഡലീഫിന്റെ നമുക്ക് ഫസ്റ്റ് ഒരു പീരിയോഡിക് ലോ എന്ന് പറയുന്നത്, അതിന് മുമ്പ് നമുക്കറിയാം എന്താ പറയാ, നമുക്ക് നമ്മുടെ ട്രയാഡ്സ് ഉണ്ട്, ന്യൂലാൻഡ്സ് ഉണ്ട് അല്ലെ, അങ്ങനെ കുറെ പേരുണ്ട്, അതൊക്കെ വേറെ വേറെയാണ്. പക്ഷെ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ലോ, ഒരു പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെൻലീഫ് ആണ്. അത് ലോ പറയുന്നത് നോക്കി എന്താ, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് വെയിറ്റ് അല്ലെ. ഇതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ആറ്റോമിക് വെയിറ്റ് കേട്ടോ, ഓർത്തോളെ ആറ്റോമിക് വെയിറ്റ് ആണ് കേട്ടോ. ഓക്കെ, മാറിപ്പോകരുത്, കാരണം മോഡേൺ പീരിയോഡിക് ടേബിളിലും അതുപോലെ തന്നെ മെൻലീഫിന്റെ പീരിയോഡിക് ടേബിളും ആകെ ഒരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് നമുക്ക് ആറ്റോമിക് വെയിറ്റും ആറ്റോമിക് നമ്പറും കേട്ടോ, അതാണ് വേരിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ സാർ, എന്ന് പറയാം, നമുക്ക് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മെൻലീഫ് ആണ്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് വെയിറ്റ് അല്ലെ. എന്താണ്, നമുക്ക് ആറ്റോമിക് വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ പീരിയോഡിക് ഫംഗ്ഷൻസും നമ്മൾ ഈ പറയുന്ന ലെവലില് പീരിയോഡിക് ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ ഓഫ് എലമെന്റ്സ്. മോഡേൺ പീരിയോഡിക് ലോ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹെൻറി മോസ്ലി കേട്ടോ. ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഹെൻറി മോസ്ലി ആണ് നമ്മുടെ ഫസ്റ്റത്തെ മോഡേൺ പീരിയോഡിക്. ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ മെൻലീഫ് ആണ്. നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ ആണ് കേട്ടോ. ഓക്കെ, മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്, മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് നമ്പർ. അതായത് നമ്മൾ ഈ പറയുന്ന പീരിയോഡിക് ഫംഗ്ഷൻസ് എല്ലാവരും ബേസ് ചെയ്യുന്നത് ആറ്റോമിക് നമ്പറിനെ ബേസ് ഉണ്ട്. പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇപ്പൊ എൻ്റെ ആറ്റോമിക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതിന്റെ അയോണൈസേഷൻ എൻതാൽപ്പി, ദെൻ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോപോസിറ്റിവിറ്റി, ഇതൊക്കെ നമുക്ക് പീരിയോഡിക് ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത് ആറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ കേട്ടോ. പക്ഷേ എന്താ, നമ്മുടെ മെൻലീഫിന്റെ പീരിയോഡിക് ടേബിൾ ആറ്റോമിക് വെയിറ്റും, ദെൻ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക് നമ്പർ. ദിസ് ആർ ദ മേജർ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ദി മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് മെൻലീഫ് പീരിയോഡിക് ലോ കേട്ടോ. ഓക്കെ, മോഡേൺ പീരിയോഡിക് ലോയുടെയും മെൻലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെയും ആകെ ഒരു വ്യത്യാസം പറഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് നമ്മുടെ മെൻലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ പീരിയോഡിക് ഫംഗ്ഷൻസ് എല്ലാവരും ആറ്റോമിക് വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ മോഡേൺ പീരിയോഡിക് ടേബിളിലാണെങ്കിൽ അതിന്റെ പീരിയോഡിക് ഫംഗ്ഷൻസ് എല്ലാവരും ആറ്റോമിക് നമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു കേട്ടോ. ദിസ് ആർ ദ മേജർ ഡിഫറൻസ്. ഓക്കെ, സോ അപ്പോൾ അത് പഠിച്ചു വെച്ചോളാം, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നേരെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദെൻ ഫോർത്ത് വൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എല്ലാവരും നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം, നല്ല വൃത്തിയായിട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചോളണം. ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സാറ് പറയുന്ന ഇതിലല്ലാത്ത ക്വസ്റ്റ്യൻസ് സാറ് പറയുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തോളണം, നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് എക്സാംസ്
നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പെർഫെക്റ്റ് കോൺസെൻട്രേഷനിൽ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നോക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ 4th ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് അല്ലേ, കുറച്ച് കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. നോക്കാം. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താ? അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. ഓക്സിജനേക്കാൾ കൂടുതലാണ്. എന്താ റീസൺ? നമ്മളോട് ചോദിച്ചിരിക്കുക എന്താ റീസൺ എന്നുള്ളത് അല്ലേ. നമുക്ക് എഴുതാം, ആൻസർ എഴുതാം. അതിന് മുമ്പ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ബി, ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക്. ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ പീരിയോഡ്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ എലമെന്റ്സിന്റെ സൈസ് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. എന്താ റീസൺ? ആ റീസൺ നമുക്കിവിടെ വേണം. അടുത്തത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. അതായത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടെ ആയിരുന്നു. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ലെസ് നെഗറ്റീവ് ദാൻ ഓഫ് ക്ലോറിനേക്കാളും കുറവാണെന്ന് പറയുന്നത് അല്ലെ. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മൂന്നിന്റെയും ആൻസറിലേക്ക് പോകാം. നമുക്ക് ആൻസർ നോക്കാം. ആൻസറിന്റെ ഫസ്റ്റ് ആൻസർ എന്താ പറയാ? അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ അല്ലേ. വേറെ ഒന്നും കൊണ്ടല്ല, ഡ്യൂ ടു ദ സ്റ്റേബിൾ ഹാഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ. എന്താ? നമുക്ക് നൈട്രജൻ എന്ന് പറയുന്നത് എന്താ? ഹാഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരുന്നതാണ്. ഡ്യൂ ടു നൈട്രജൻ, നോക്കിയേ, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ അല്ലേ. ഡ്യൂ ടു ദ സ്റ്റേബിൾ ഹാഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ. അതായത് നൈട്രജൻ നമുക്കറിയാം എന്താ? നൈട്രജൻ എന്ന് പറയുമ്പോൾ 7 ആണ് വരിക അല്ലെ. 7 വരുമ്പോൾ നമുക്കറിയാം 2,5 ആണ്. അതായത് 2,5 എന്ന് പറയുമ്പോൾ 1s2 2s2 2p3 അല്ലേ. പിയിൽ എത്ര നമുക്ക് 3 വരുന്നുണ്ട്. അപ്പൊ 3 വരുമ്പോൾ 2p3 വരും നമുക്ക്. അതായത് വേറെ ഒന്നുമല്ല, സാറോട് എഴുതുന്നുണ്ട് ജസ്റ്റ് ഒന്ന്. അതായത് നൈട്രജൻ എന്താ വരും? നമുക്ക് 7 ആണ് വരുന്നത്. അപ്പോ 7 വരുമ്പോ വരുന്നുണ്ട് നമുക്ക് സാറായിട്ട് എഴുതാം കേട്ടാ. 7 വരുന്നുണ്ട്. അപ്പൊ 7 വരുമ്പോ നമുക്ക് ഇന്ന് അറിയോടാ എങ്ങനെ വരും? നമുക്ക് 1s2 2s2 1s2 2s2 2p3 വരും. അപ്പോ നമുക്ക് ഇതിന്റെ പി വരയ്ക്കുമ്പോഴേ പി ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്നത്. പിയില് എന്താ പറയാ, നമ്മൾ ഒരെണ്ണം കൊടുത്തു, 2 3 അല്ലെ. ഇങ്ങനെ 3 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹാഫ് ഫീൽഡ് ആണ്. ഹാഫ് ഫീൽഡ് എന്താ പറയാ, നമുക്ക് സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആണ് അല്ലെ. സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ ഇതാണ് റീസൺ എന്ന് പറയുന്നത്. സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആണ്. അപ്പോ സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നൈട്രജൻ എന്തായിരിക്കും? നമുക്ക് ഓക്സിജനേക്കാളും കൂടുതലായിരിക്കുള്ളൂ കേട്ടോ. ഇതാണ് റീസൺ എന്ന് പറയുന്നത്. സോ അടുത്തിലേക്ക് പോകാം. നമുക്ക് the atomic radius decrease അല്ലേ. റീസണിലേക്ക് നമ്മൾ പോവുകയാണ്. Along a period the number of shell remains the same and the nuclear charge increase 1 by 1. So the atomic radius increases. അതായത് നമ്മൾ എന്തുണ്ട്? നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ആറ്റോമിക് അവിടെ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ, നമ്മുടെ ഷെൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓർബിറ്റൽസിന്റെ എണ്ണത്തിൽ എന്തുണ്ടാവില്ല? ചേഞ്ചസ് ഉണ്ടാവില്ല. റിമൈൻ സെയിം ആയിരിക്കുള്ളൂ. കൂടാതെ എന്ത് സംഭവിക്കും? നമുക്ക് അതിന്റെ ന്യൂക്ലിയർ ചാർജ് എന്തുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. ആറ്റോമിക് ഓർബിറ്റൽസ് ആണെങ്കിലോ സെയിം ആയിരിക്കുള്ളൂ. സോ അതുകൊണ്ട് അതിന്റെ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അതായത് ആറ്റോമിക് റേഡിയസ് എന്താ പറയാ, കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഡിക്രീസ് ചെയ്യുന്നു കേട്ടോ. കോർത്ത് വെച്ചോളണം. അതായത് നമ്പർ ഓഫ് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തത് അതിന്റെ എഫക്റ്റ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. മൂന്നാമത്തത് ഷെൽ എന്തായിരിക്കും? നമുക്ക് ഷെൽ റിമൈൻ സെയിം അല്ലേ. അതായത് ഓർബിറ്റൽസ് സെയിം തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിന്റെ എന്താ പറയാ, അകത്തേക്കുള്ള ഇലക്ട്രോൺസിനെ അകത്തേക്ക് പിടിച്ച് വലിക്കുന്ന ചാർജ്, അത് നമ്മൾ എന്ത് പറയുക, ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കില്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ഓർബിറ്റലിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. അത് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സിലൊക്കെ ആണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ലാന്തനോയിഡ്സ് ചുരുങ്ങുന്നു, അതിന് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയും നമ്മൾ. ഇനി ആക്ടിനോയിഡ്സ് ആണെങ്കിലോ, ആക്ടിനോയിഡ്സ് ചുരുങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയും നമ്മൾ കേട്ടോ. ഓക്കെ, സോ അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരെ
തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തേർഡ് ക്വസ്റ്റ്യൻ മീൻസ് ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ തേർഡ് സബ് കേട്ടോ. അതാണ് സാർ ഉദ്ദേശിച്ചത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ അല്ലേ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഫ്ലൂറിനേക്കാളും എന്താ പറയാ ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ അല്ലേ. അതായത് ക്ലോറിനേക്കാളും കുറവാണ് ഫ്ലൂറിൻ. ഓക്കെ നോക്കുക. ദിസ് ഈസ് ബിക്കോസ് റീസണിലേക്ക് സാർ പോവാണ്. ദിസ് ഈസ് ബിക്കോസ് when an electron is added to fluorine, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൂറിനിലേക്കത്തേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്തിരിക്കുക, is enters into the smaller second shell. ഓക്കെ, എവിടേക്കാ പോകുന്നത്, സെക്കൻഡ് ഷെല്ലിലേക്ക് പോകുന്നത്, ഡ്യൂ ടു ദ സ്മോളർ സൈസ്. കാരണം എന്നറിയോ, നമുക്ക് എന്താ നമ്മളുടെ ഫ്ലൂറിന്റെ ആറ്റോമിക് റേഡിയസ് കുറവാണ്, ഫ്ലൂറിന്റെ ആറ്റോമിക് സൈസ് കുറവാണ്. ദ ഇലക്ട്രോൺ സഫർ മോർ റിപ്പൽഷൻ ഫ്രം ദ അതർ ഇലക്ട്രോൺസ്. അപ്പൊ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ സൈസ് കുറയുമ്പോഴേ, ഇലക്ട്രോൺസ് അതായത് നമ്മുടെ ഓർബിറ്റൽ സൈസ് കുറയുമ്പോൾ സൈസ് കുറവായിട്ടുള്ള ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണുകൾ തമ്മിൽ തൊട്ടടുത്ത് വരില്ലേ. അപ്പൊ ഇലക്ട്രോണുകൾ തമ്മിൽ തൊട്ടടുത്ത് വരുമ്പോൾ അവിടെ എന്തായിരിക്കുള്ളൂ, ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താ, നെഗറ്റീവ് അല്ലേ. അപ്പൊ അതിനകത്തേക്ക് ഇലക്ട്രോൺസ് തന്നെ വരുമ്പോൾ സംഭവിക്കും, ഒരു ഇലക്ട്രോൺസ് അവിടെ ഉണ്ട് ഓൾറെഡി, അതിനകത്തേക്ക് വേറെ ഒരു ഇലക്ട്രോൺസ് കൂടെ വരുമ്പോൾ അവ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പൽഷൻ കൂടും, അകന്നു പോവും. ഓക്കെ, റിപ്പൽഷൻ കൂടും. ബട്ട് ഫോർ ദ ക്ലോറിൻ the incoming electrons goes to the larger third shell, so the electron repulsion is low. ഇനി ക്ലോറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്ലോറിനിൽ എന്തായിരിക്കും, നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഫ്ലൂറിനേക്കാളും സൈസ് കൂടുതലാണ് അല്ലെ. അതായത് മുകളിൽ നിന്ന് അടിയിലേക്ക് വരുന്തോറും സൈസ് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലോറിന്റെ സൈസ് കൂടുതലായിരിക്കുള്ളൂ. അപ്പൊ സൈസ് കൂടിയ ഒരു ഓർബിറ്റൽസിലേക്ക് എന്താ ആഡ് ചെയ്യും, നമ്മൾ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് നമ്മുടെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കുള്ളൂ. അങ്ങനെ കൂടുമ്പോൾ റിപ്പൽഷൻ കുറയും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലോറിനകത്തേക്ക് ഇലക്ട്രോൺസിനെ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്ടാ. ഓക്കെ, സോ സാർ പറഞ്ഞൊന്നും കൂടെ സാർ ഒന്ന് ഹൈഡ് ചെയ്യുക. ഓക്കെ മക്കളെ നോക്കാടാ, അതൊന്ന് വരച്ച് കാണിക്കാൻ സാർ. ഇതാണ് ഇപ്പൊ ഫ്ലൂറിൻ വിചാരിക്കുക. ഓക്കെ, ഫ്ലൂറിന്റെ സൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. മക്കൾ നോക്കുക, ഇതാണ് നമ്മുടെ ഫ്ലൂറിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാ ക്ലോറിൻ. ക്ലോറിൻ ഇതിനേക്കാൾ സൈസ് കൂടുതലായിരിക്കുള്ളൂ, തൊട്ടടി വരുന്നതാണ് ക്ലോറിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലോറിന് കുറച്ചും കൂടി സൈസ് കൂടുതലായിരിക്കുള്ളൂ. ഓക്കെ, സൈസ് കൂടുതലുണ്ട്, നമ്മുടെ ഓർബിറ്റൽ സൈസ് കൂടുതലായിരിക്കുള്ളൂ. സോറി മക്കളെ, സാറിനോട് വരയ്ക്കാം. യെസ് മക്കളെ, ഇവിടെ നോക്കുക, നമ്മുടെ ഫ്ലൂറിന്റെയും ക്ലോറിന്റെ കേട്ടോ. ഓക്കെ, ഫ്ലൂറിനും ക്ലോറിനും എടുത്തു. ഓക്കെ, ഇപ്പൊ സാറ് പറയുന്നത് ഇതാ ഫ്ലൂറിന്റെ ഒരു ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലോറിന്റെയും ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കറിയാം ഫ്ലൂറിനും ക്ലോറിനും ഇലക്ട്രോൺസ് വ്യത്യാസം ഉണ്ടല്ലേ. ഓക്കെ, ക്ലോറിനാണെങ്കിൽ 7 ഇലക്ട്രോൺസ്, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 7 ഉണ്ട്. അതൊക്കെ നമുക്കറിയാം, അതൊന്നും സാർ വരയ്ക്കില്ല. സാർ ജസ്റ്റ് ഒരു ഫ്ലൂറിന് മാത്രമേ വരച്ചു. സൈസ് നോക്കിയാൽ മക്കളെ, ഫ്ലൂറിനേക്കാളും സൈസ് കൂടുതലാണ് ക്ലോറിന്. കാരണം നമുക്കറിയാം എന്താണ്, അപ് ടു ഡൗൺ വരുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ് ടു ഡൗൺ വരുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓൾസോ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യില്ലേ. അപ്പൊ ഫ്ലൂറിന്റെ സൈസിനേക്കാളും കൂടുതലായി ക്ലോറിൻ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്ലൂറിനിലേക്ക് നമ്മൾ ഇലക്ട്രോൺസ് വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ വരുന്ന ഇലക്ട്രോൺസ്. അപ്പൊ നോക്കിയടാ, തൊട്ടടുത്തല്ല വരുന്നത് അല്ലേ, തൊട്ടടുത്ത് വരുന്നുണ്ട്. ഓക്കെ, തൊട്ടടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യൂടാ, ഇവ തമ്മിലുള്ള റിപ്പൽഷൻ കൂടും. ഇനി പുറത്ത് വന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പൽഷൻ കൂടും. ഔട്ടർ ഓർബിറ്റിൽ വന്നാലും റിപ്പൽഷൻ കൂടും കേട്ടോ. ഇനി അതേ സ്ഥാനത്ത് നമ്മൾ ക്ലോറിനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സൈസ് കൂടുതലല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താ, കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കുള്ളൂ അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് കൂടുമ്പോൾ റിപ്പൽഷൻ കുറയും. അതുകൊണ്ട് നമ്മുടെ ഫ്ലൂറിന് ഇലക്ട്രോൺസ് ഗെയിൻ എൻതാൽപ്പി എന്താ കുറവും, ക്ലോറിന് എന്തായിരിക്കും ഇലക്ട്രോൺസ് ഗെയിൻ എൻതാൽപ്പി കൂടുതലായിരിക്കുള്ളൂ. ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ. ഡിഫറൻസ് എന്തെല്ലാം ഡിഫറൻസ് ആണ് പറയുന്നത്, ഡിഫറൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഫ്ലൂറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലാണ് ക്ലോറിന്. അതേ സ്ഥാനത്ത് ക്ലോറിനേക്കാളും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ് ആർക്ക്, ഫ്ലൂറിന് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നോട്ട് വെച്ചോളൂ കേട്ടോ. ഓക്കെ, സോ അപ്പോ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പൊ എപ്പോഴും വരാറുണ്ടെന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ മക്കളെ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ, എല്ലാവരും ശ്രദ്ധിച്ചു വെച്ചോട്ടോ, ശരിക്കും നോക്കണേ എല്ലാ ക്വസ്റ്റ്യൻസും പറയുന്നതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് വൺ, യെസ്, ഒരു ഗ്രാഫ്. ഇതുപോലെ ഗ്രാഫ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് വരാറുണ്ട് കേട്ടോ. ഓക്കെ, നോക്കുക, ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. എ ഗ്രാഫ് ഓഫ് ദ ആറ്റോമിക് റേഡിയസ് വേഴ്സസ് ആറ്റോമിക് നമ്പർ. അതായത് നമ്മുടെ ആറ്റോമിക് റേഡിയസ് വേഴ്സസ് ആറ്റോമിക് നമ്പറിന്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കുക, ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇസ് ദ ഗിവൺ ബിലോ. അവിടെ തന്നിരിക്കുന്നത് എന്താ, നമുക്ക് ആറ്റോമിക് റേഡിയസും ആറ്റോമിക് നമ്പർ വേഴ്സസ് ഉള്ള ഒരു ഗ്രാഫ് വന്നിരിക്കുന്നത് അല്ലെ. അവിടെ തന്നിട്ടുണ്ട് നമുക്ക്. അതായത് നമ്മുടെ
എക്സ് ആക്സിസ് വൈ ആക്സിസ് അല്ലേ. ഒന്നിൽ നമുക്ക് ആറ്റോമിക് റേഡിയസ് ഉണ്ട്, മറ്റേ നമുക്ക് ആറ്റോമിക് നമ്പർ ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ഗ്രാഫ്? നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അവിടെ ഒരു ചെറിയ ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട്. എയും ബി ആണ് മക്കളെ, സി അല്ല ബി ആണത്. നോക്കാം. യൂസിങ് ദ above graph, how will you account for the variation of ionization enthalpy in a period? Using the above graph, അത് നമ്മൾ ഈ ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ട് how will you account for the variation of ionization enthalpy in period അല്ലേ, പീരീഡിൽ ഉണ്ടാവുന്ന അയണൈസേഷൻ enthalpy അങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബി ക്വസ്റ്റ്യൻ. യൂസിങ് ദ above graph, how will you account for the variation of ionization enthalpy in a period അല്ലേ, അതായത് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താ നമ്മുടെ വേരിയേഷൻ അയോണൈസേഷൻ തലപ്പിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഇൻ പീരീഡിൽ ഉണ്ടാവുന്ന അയോണൈസേഷൻ തലപ്പിൽ വേരിയേഷൻസ് ഒന്ന് അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്ന് എക്സ്പ്ലെയിൻ എന്താണ് അങ്ങനെ ചെയ്യാൻ ഉണ്ടാവുന്ന റീസൺ എന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൻസറിലേക്ക് പോവാണ്. ഫസ്റ്റിന്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം. ഇത് നോക്കിയേ, അലോങ് എ പീരീഡ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ. നോക്കിയേ, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയോ നമുക്ക് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റോമിക് നമ്പർ, ആറ്റോമിക് റേഡിയസ് അല്ലേ, അതായത് ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്ന അതൊക്കെ നമുക്കറിയാം ആറ്റോമിക് നമ്പർ എന്താണെന്ന് അല്ലേ. യെസ്, ഞാനിപ്പോൾ ആറ്റോമിക് നമ്പർ എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോൾ വേണ്ട, കാരണം അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്നിട്ട് സാർ അത് പറയുന്നില്ല. ആറ്റോമിക് റേഡിയസ് 60, 80, 100, 120, 140, 160 ഒക്കെ കൊടുത്തു പോയിട്ട് നമുക്ക് അല്ലേ. ഇവിടെ നമുക്ക് ആറ്റോമിക് നമ്പറും കൊടുത്തു പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ അല്ലേ, ഇതും പോയിട്ടുണ്ട് നമുക്ക്. ഇവിടെ നോക്കി നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അല്ലേ. അതായത് നമുക്ക് എന്ത് കൂടും, നമുക്ക് നമ്പർ ഓഫ് എന്ത് കൂടിക്കൊണ്ടിരിക്കുന്നു, ഇലക്ട്രോൺസ് കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അലോങ് എ പീരീഡ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. ഇവിടെ നമുക്ക് ഗ്രാഫിൽ അറിയാം, ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താ നമുക്ക് ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നുണ്ട് അല്ലേ. ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നുണ്ട്. ബട്ട് അവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, എന്നാൽ ആറ്റോമിക് ഓർബിറ്റൽസ് റിമൈൻ സെയിം അല്ലേ. ആറ്റോമിക് ഓർബിറ്റലാണെങ്കിലോ അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ ഒരു റീസൺ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അടുത്ത് നമ്മൾ പോകുന്നത് ബി ക്വസ്റ്റിനിലേക്ക് പോവാണ്. ബി ക്വസ്റ്റിന് ആൻസർ നോക്കാം. In a periods from left to right, in a period from left to right, the ionization enthalpy increases due to decrease in atomic radius and increase in nuclear charge അല്ലേ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ നമ്മൾ പറയുന്നത് സാറ്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഓക്കെ, വേറെ വേരിയേഷൻ ഒന്നുമില്ല. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ അതായത് തന്നിരിക്കുന്ന എലമെന്റ്സിന്റെ നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ്സ് മാത്രം മതി. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ്സ് മാത്രം മതി. സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാരണം എന്നറിയോ ചിലർക്ക് വരും, അപ്പൊ നമ്മള് എന്താ പറയാ, സാറ് പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 18th ഗ്രൂപ്പ് എലമെന്റ്സിന് ഇത് ബാധകമല്ലോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും അവിടെ. അതൊന്നും വേണ്ട, കാരണം എന്നറിയോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എലമെന്റ്സ് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഈ ഒരു ഇത് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ എവിടേക്ക് പോകുന്നില്ല, നമ്മുടെ 18th ഗ്രൂപ്പ് എലമെന്റ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അത് മാത്രം എക്സെപ്ഷൻ 18th ഗ്രൂപ്പ് എലമെന്റ്സ് മാത്രം നമ്മൾ മാറ്റി വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്നതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതിന്റെ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമുക്ക് നമ്മളുടെ ഈ പറയുന്ന അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും കേട്ടോ. എന്ത് ചെയ്യും, നമുക്ക് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. ഓർത്ത് വെച്ചോണ്ട് ഇൻ എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദ അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. എന്താ നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്താ റീസൺ പറയുന്നത്, ഡ്യൂ ടു കാരണം പറയുന്നത് ഡിക്രീസ് ഇൻ ആറ്റോമിക് റേഡിയസ് അല്ലേ. അതായത് ആറ്റോമിക് റേഡിയസ് കുറയുകയാണ് ചെയ്യുക. എന്താ ആറ്റോമിക് റേഡിയസ് കുറയാനുള്ള റീസൺസ്, നമ്മുടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുമ്പോൾ
അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചോളണേ. അപ്പൊ നമ്മുടെ 5th ക്വസ്റ്റ്യൻസ് സെറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ മൂവ് ചെയ്യാം നമുക്ക് കേട്ടോ. ഓക്കെ, നോക്കാം നമ്മുടെ 6th ക്വസ്റ്റ്യൻസ് വരെ നമുക്ക്. The first member of a group of elements in the S and P block differs from the rest of the family in a chemical behavior. Write any reason for this. എന്താ പറയുന്നത്? The first member of a group elements in the S and P block elements differs from the rest of the family of chemical behavior. Okay, അതിന്റെ റീസൺസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കി നമുക്ക്. Write the general electronic configuration of D block elements. Write the general electronic configuration. അപ്പോൾ നമ്മൾ D blockന്റെ electronic configuration നോക്കണം നമുക്ക്. Then അടുത്ത C question, the first ionization enthalpy sodium is lower than that of the magnesium, but its second ionization enthalpy is higher than that of the magnesium. Explain. അതായത് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി പഠിക്കുമ്പോഴേ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നമുക്ക് എന്താ പറയാ, അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ സോഡിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് മെഗ്നീഷ്യത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പിനേക്കാളും കുറവാണ്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്ത് പറയാ, നേരെ തിരിച്ചു ആവുന്നുണ്ട്. എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ആൻസറിലേക്ക് പോവുകയാണ്. സർ ആൻസർ എടുത്തോളൂ. നമുക്ക് എയുടെ ആൻസർ കേട്ടോ. ഡ്യൂ ടു ദ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് പറയുന്നത് കേട്ടോ. എന്താ, ഫസ്റ്റ് മെമ്പർ ഓഫ് group of elements in the S and P block elements from the rest of the family in a chemical behavior. Write in a reason for. ഏതെങ്കിലും റീസൺ എഴുതാൻ പറഞ്ഞല്ലേ, വേറെ ഒന്നുമില്ല മക്കളെ. എന്താ, ഡ്യൂ ടു ദെയർ സ്മോളർ സൈസ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സ്മോളർ സൈസ് ആണ്, സൈസ് കുറയുന്നു. എന്താ സൈസ് കുറയുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ്, നമുക്ക് മുകളിൽ നാടിലേക്ക് വരുന്തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും. അത് അപ് ടു ഡൗൺ വരുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത്രയും കാര്യം നമുക്കറിയാം. അപ്പൊ ഏറ്റവും മുകളിലുള്ളവർക്ക് എന്തായിരിക്കുള്ളൂ, ഏറ്റവും ടോപ്പിൽ വരുന്നവർക്ക് ആറ്റോമിക് റേഡിയസ് വളരെ കുറവായിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഡ്യൂ ടു ദ സ്മോളർ സൈസ്, high electronegativity and high ionization enthalpy and absence of vacant d orbitals. Okay, ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എഴുതിയാൽ മതി കേട്ടോ. പറയുന്ന റീസൺസ് ഒന്ന് എഴുതിയാൽ മതി. നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ അല്ലേ, എന്താ ഡ്യൂ ടു ദെയർ സ്മോളർ സൈസ് അത് എഴുതിയാം. ഒന്നില്ലെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ആബ്സെൻസ് ഓഫ് വാക്കന്റ് ഓർബിറ്റൽ. ഈ പറഞ്ഞിരിക്കുന്ന റീസൺസിൽ ഏതെങ്കിലും ഒരു റീസൺ മതി. കാരണം എന്താ പറയുക, നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊരു റീസൺ എഴുതി വെച്ചാൽ മതി കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടും കൂടെ ഉണ്ട്. റൈറ്റ് എനി 1 റീസൺ ഫോർ ദിസ്. ഒരു റീസൺസ് നമുക്ക് അറിയാവുന്ന എല്ലാ റീസൺസ് അവിടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഏതൊരെണ്ണം എഴുതിയാൽ വേണ്ട. നിങ്ങൾ ഒരെണ്ണം എഴുതിയാലും അഞ്ചെണ്ണം എഴുതിയാലും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് എന്താ പറയുന്നത്, the first ionization enthalpy of sodium is lower than that of sorry മക്കളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് write the general electronic configuration of D block elements അല്ലേ. നമുക്ക് S block elements, P block elements, D block elements, F block elements 4 ബ്ലോക്ക് ആണ് നമുക്കുള്ളത് അല്ലേ. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് S ബ്ലോക്ക് ഉണ്ട്, പിന്നെ നമുക്ക് D ബ്ലോക്ക് ഉണ്ട്, P ബ്ലോക്ക് ഉണ്ട്, F ബ്ലോക്ക് ഉണ്ട് അല്ലേ. ഇതിൽ ഓരോന്നിന്റെയും ജനറൽ ഫോമിൽ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളാം. ഇതിൽ നമുക്ക് കൂടെ ചോദിച്ചിരിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണല്ലേ. N1D നോക്കി നമുക്ക് D1 to 10, അതായത് D1 to 10 എന്ന് പറയുന്നത് 1 മുതൽ ഡിയിൽ 1 ഇലക്ട്രോൺസ് മുതൽ 10 ഇലക്ട്രോൺസ് വരെയും കൊടുക്കാം നമുക്ക് അല്ലെ. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഫസ്റ്റ് നമുക്ക് NS0 to 2 അല്ലെ, അതായത് എസിൽ നമുക്ക് ഇതിന്റെ 1 to 2 വരെയും കൊടുക്കാം. അത് ചിലപ്പോൾ നമ്മൾ എന്നറിയും എനർജി ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ എസ് ബ്ലോക്ക് ഫില്ല് ചെയ്ത ശേഷം എവിടേക്ക് പോകും, നമ്മൾ ഡി ബ്ലോക്ക് ഫില്ല് ചെയ്യാറുണ്ട്. ചില ഇതിൽ എന്താ പറയുക ഇറഗുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, റെഗുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, ഇറഗുലർ ഉണ്ട്. ചില നമ്മൾ എന്തുണ്ട് ഡിയിൽ കൊടുത്ത ശേഷം മാത്രമേ എവിടേക്ക് പോകുള്ളൂ, നമ്മൾ എസിലേക്ക് പോവുള്ളൂ. ചില എലമെന്റ്സ് നമ്മൾ എസ് കൊടുത്ത ശേഷം മാത്രമേ ഡിയിലേക്ക് പോവുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ എന്താ പറയുക S0 to 2 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ അതുപോലെ തന്നെ ക്രോമിയം കോപ്പർ ഒക്കെ ഈ പറയുന്ന എക്സെപ്ഷൻ കേസിൽ വരുന്നുണ്ട്, ക്രോമിയം കോപ്പറും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്ത ആൻസർ എന്ന് പറയുന്നത് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ഈസ്, നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താ പറയുന്നത് സോഡിയത്തിൽ നമുക്ക് എന്താ പറയാ സോഡിയത്തിന്റെ വരുന്ന നമുക്ക് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1s2 2s2 അല്ലേ വരുന്നത് അല്ലെ. സാറോട് എഴുതി കാണിച്ചുതരാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് n സോഡിയത്തിൽ നമുക്ക് 11 ആയതുകൊണ്ട് 1s2 2s2 then 2p6 3s1 അല്ലേ. 2p6 3s1 ആണ് മക്കളെ.
ഈ കിടക്കണുണ്ടല്ലോ 1s2 2s2 2p6 എന്ന് പറയുന്നത് നിയോൺ, നമ്മൾ ഷോർട്ട് ഫോം എഴുതാറില്ലടാ, അതാണ് Ne3s1 കൊടുത്തിരിക്കുന്നത് കേട്ടാ. ഓക്കെ, സോ ഇവിടെ വരുമ്പോൾ ആഫ്റ്റർ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന 3s1 അതായത് എസ് എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും, സ്റ്റേബിൾ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. ഓക്കെ, റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺസ് Na get unstable noble gas configuration. അപ്പൊ എന്ത് സംഭവിക്കും നമുക്ക് നോക്കിയേ, ഇവിടെ 1s2 2s2 2p6 പിന്നെ 3s1 അല്ലേ. 3s1 ഈ 3s പോയി വിചാരിക്കുക, കാരണം കെമിക്കൽ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോൺസ് ലോസ് ആകും. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറിയത്, നമുക്ക് നോബിൾ ഗ്യാസ് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈക്വൽ ആകുന്നുണ്ട് അല്ലേ. Na gets stable noble gas configuration, so it has lower first ionization enthalpy and higher second ionization enthalpy. എന്താ സംഭവിക്കുന്നത് നമുക്ക് ഇവിടെ, so it has a lower ionization enthalpy and higher second ionization enthalpy. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം കേട്ടോ മക്കളെ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്, 7th ക്വസ്റ്റ്യൻ കേട്ടോ. So transition elements were placed in a group 3 and group 12 of the periodic table. Give any two characteristics of transition elements. Does B questions, does the ionization enthalpy decrease along a group? Give reasons. Okay, മക്കളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മുടെ എന്താ കോൺസെപ്റ്റ് സെയിം തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻസറിലേക്ക് വന്ന് നമുക്ക് യെസ് സാർ കൊടുത്തോളൂ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, transition metals are all metals അല്ലെ, നമുക്കറിയാം മെറ്റൽസ് ആണ് എല്ലാനും. They forms colored compounds of ions. എന്തുണ്ട്, എല്ലാ ട്രാൻസിഷൻ മെറ്റൽസ് ആണ്, colored compound ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ they show variable oxidation state അല്ലെ, അവർ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഓക്സിജൻ അവസ്ഥ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാലൻസും ഡിഫറെന്റ് ആണ് അല്ലെ. Most of them are paramagnetic and show catalytic properties. ഇവരെന്താ നമുക്ക് ട്രാൻസിഷൻ എലമെന്റ് മോസ്റ്റ്ലി പാരാമാഗ്നറ്റിക് ആണ്. ഓൾസോ എന്തും കൂടെയാണ് മക്കളെ, അത് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഓൾമോസ്റ്റ് എല്ലാ ഡി ബ്ലോക്ക് എലമെന്റ്സും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാന്നല്ല, മോസ്റ്റ് ഓഫ് ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ബിയുടെ ആൻസർ ഗെസ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഗെസ്, അതാണ് ആൻസർ എന്ന് പറയുന്നത്. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ the ionization enthalpy decreases down a group due to increase the atomic size and shielding effect. ഓക്കെ, ഓർത്തിച്ചോളാം. അതായത് നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് വരുന്നതോറും അല്ലെ, ഡിക്രീസ് ഡൗൺ എ ഗ്രൂപ്പ്, മുകളിൽ നിന്ന് അടിയിലേക്ക് വരുന്നതോറും എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പറയുന്ന അയണൈസേഷൻ എന്തൽപി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആറ്റോമിക് സൈസ് കൂടാണ്ടാവുന്ന ഷീൽഡിംഗ് എഫക്റ്റും കൂടെയാണ് കേട്ടോ. ഷീൽഡിംഗ് എഫക്ട് അതായത് പ്രൊട്ടക്ട് ചെയ്ത ടൈപ്പ് ഓഫ് എഫക്ട് അല്ലേ, അതാണ് ഷീൽഡിംഗ് എഫക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഷീൽഡിംഗ് എഫക്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എല്ലാവരും കേട്ടോ, ഷീൽഡിംഗ് എഫക്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ 8th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. In a periodic table, 8th first questions. In the periodic table, elements are classified into 4 blocks. Explain any 2 block. Then question B, account for the following. Along with first ionization enthalpy of boron is less than that of the carbon. First member of a group differs from the rest of the members of the same group. സോ ആൻസറിലേക്ക് നമുക്ക് പോവാം. നമുക്ക് നമ്മുടെ ബ്ലോക്സ് എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട് അല്ലെ. അതിൽ നമുക്ക് ഫസ്റ്റ് എസ് ബ്ലോക്കിന് എടുക്കാം. എസ് ബ്ലോക്ക്, these are elements in which the last electrons enters into the outermost s or s subshell അല്ലെ. ഏറ്റവും അവസാന ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലേക്ക് ആയിരിക്കുള്ളൂ. ഇനി അതുപോലെ തന്നെ നമുക്ക് എസ് ബ്ലോക്കിനകത്ത് 2 ഗ്രൂപ്പ് ഉണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും, ആൽക്കലി എർത്ത് മെറ്റൽസും ആൽക്കലി മെറ്റൽസും അല്ലെ. ഇനി ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS1 ഓർ NS2 ആണ് അല്ലെ. ഓക്കെ, പിന്നെ നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം എസ് ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം മെറ്റാലിക് നേച്ചർ ആണ് കാണിക്കുന്നത് അല്ലെ, മെറ്റൽസ് ആയിരിക്കുള്ളൂ. അതൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പി ബ്ലോക്ക് എടുക്കാം. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ദ ആർ എലമെന്റ്സ് വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ. എവിടേക്ക് ഇലക്ട്രോൺസ് ഏറ്റവും ലാസ്റ്റ് എൻ്റർ ചെയ്യുന്നത് പി ഓർബിറ്റൽ, പി സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ലാസ്റ്റ് എൻ്റർ ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമുക്ക് 13 to 18 വരെയാണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത്. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ പിയിൽ നമുക്ക് 1 മുതൽ 6 ഇലക്ട്രോൺസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസും ഇൻക്ലൂഡഡ് ആണ് അല്ലെ. പിന്നെ 18th ഗ്രൂപ്പ് എലമെന്റ്സ് നോബിൾ ഗ്യാസസും കൂടെയാണ്. ഇനി നമുക്ക് ഡി ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എസും പിയും മാത്രം സാർ പറഞ്ഞിട്ടുള്ളൂ. ഡി ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസ് തിരഞ്ഞു എഴുതാം. ഡി ബ്ലോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഡി ബ്ലോക്സ് എല്ലാവരും ഡി ബ്ലോക്സ് ആർ കോമൺലി നോൺ ആസ്, എന്താ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരുണ്ട്, അതിനെ ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയുന്നുണ്ട്. മെറ്റൽസ് ആണത് അല്ലേ. പിന്നെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്,
പാരാമാഗ്നറ്റിക് നേച്ചർ ആണ്. അതൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ സാർ അത് ഇൻക്ലൂഡ് ചെയ്യുകയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസിന്റെ എഴുതണമെങ്കിൽ എസ് എഴുതാം, പി ഏതിന് പി എഴുതാം, ഡി ഏതിന് ഡി എഴുതാം, എഫ് ഏതിന് എഫ് എഴുതാം. ഏതാണ് ചൂസ് ചെയ്യാം? നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത് എസും പിയും ഡിയും ആണ്, എഫിനേക്കാൾ നല്ലത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. സോ നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 5b, അതായത് 1s2 2s2 2p1 അല്ലേ. ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോൺസ് റിമൂവ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ബി ഗെറ്റ്സ് ദ സ്റ്റേബിൾ ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ഇറ്റ്സ് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഇസ് ലോ. അത് സംഭവിക്കുക നമുക്ക് അവിടെ അയണൈസേഷൻ എന്താൽപ്പി എന്തായിട്ട് മാറും? നമുക്ക് ലോ ആയിട്ട് മാറും. കാരണം എന്താ, നമുക്ക് 1s2 2s2 എസിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് ഇൻക്ലൂഡ് ആവുള്ളൂ അല്ലേ. അപ്പൊ അത് സ്റ്റേബിൾ ആകും. സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അയണൈസേഷൻ എന്താൽപ്പി എന്തുണ്ട്? ലോ ആണ് ചെയ്യുക കേട്ടോ. സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഹാഫ് ഫീൽഡോ ഫുൾ ഫീൽഡോ ആയി കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ, കുറയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ആൻസർ നമ്മൾ നോക്കുകയാണ്. Due to the smaller size, high electronegativity, large charge to radius ratio and absence of vacant d orbitals. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളേ. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. 9th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇലക്ട്രോൺ ഗെയിൻ enthalpy is one of the important periodic properties. Then question, define electron gain enthalpy. Explain 2 factors affecting electrons gain enthalpy. Write the oxidation state and covalency of aluminum in ALF6-3- കേട്ടോ. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിരിക്കുന്നത് ALF6 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം നമുക്ക്. ദെൻ ആൻസർ ഫസ്റ്റ് എന്താ? ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓൾറെഡി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച് when an electron is added to the outermost shell of the isolated gaseous system. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമുണ്ട്. സാർ അവിടെ കിടന്ന് കളിക്കുന്നില്ല ഒരുപാട് നേരം. അടുത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഡിപ്പെൻഡിങ് അപ്പോൾ ദ ആറ്റോമിക് സൈസ് ആൻഡ് ന്യൂക്ലിയർ ചാർജ് കേട്ടോ. ആറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് എഫക്ട്, ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തെന്ന് പറയണത്? നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അലൂമിനിയത്തിന്റെ കാര്യത്തിലേക്കോ, അലൂമിനിയത്തിന്റെ എന്താ ചോദിക്കുന്നത് നമുക്ക്? റൈറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഫ്ലൂറിൻ F6 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി നമുക്ക് ഫ്ലൂറിന്റെ F6 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? F6 6 ഉണ്ട് അല്ലേ. അപ്പൊ ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ 3 ആണ് വരും. നമുക്ക് 3 ഇവിടെ നമുക്ക് പുറത്തൊരു 3 ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ഇവിടെ നമുക്ക് 3 വരും. 3 - 3 is equal to എന്ത് വരും? നമുക്ക് പ്ലസ് വരും കേട്ടോ. ആണ് +3 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 3 - 6 ആണ് കേട്ടോ. 3 ഇവിടെ 6 വരും നമുക്ക് ചാർജ് എന്ന് പറയുന്നത് ഫ്ലൂറിന്റെ. ഒരു ഫ്ലൂറിൻ എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് വരും. അപ്പൊ 6 ഫ്ലൂറിൻ ആകുമ്പോൾ 6 വരും നമുക്ക്. അപ്പൊ എന്ത് വരും? നമുക്ക് 6 ആണ് വരും നമുക്ക് കേട്ടോ. അപ്പൊ 6 - 3 +3 വരും. ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും പ്ലസ് ആണ്. +3 വരും നമുക്ക്. ഇനി കോവാലൻസി എന്ന് പറഞ്ഞാൽ കൂടെ എത്ര പേരുണ്ട്? 6 ഫ്ലൂറിൻ ഉണ്ട് അല്ലേ. അതാണ് എന്റെ കോവാലൻസി. അപ്പൊ എത്ര ഫ്ലൂറിൻ ഉണ്ട് നോക്കാം നമുക്ക്. 6 അല്ലേ. കോവാലൻസി 6 ആണ് വരും നമുക്ക് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. Account for the following. The ionic radius of fluorine ions is 136 pm picometer എന്ന് പറയുന്നത്. Writes the atomic radius of fluorine F is only 60 pm. Second question, the second ionization enthalpy of an element is always greater than that of the first ionization enthalpy. So നമുക്ക് ആൻസറിലേക്ക് പോവാം. നമ്മൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് this is due to the greater electron repulsion and lesser effective nuclear charge in fluorine അല്ലേ. എന്താ കാരണം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ? ഫ്ലൂറിന് ഇലക്ട്രോൺ റിപ്പൽഷൻ വളരെ കൂടുതലാണ് അല്ലേ. അതാണ് റീസൺ എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു കേട്ടോ. നമുക്ക് ഇനി അടുത്തത്, this is because the more difficult to remove an electrons from the positive charge ions that from the neutral atom അല്ലേ. അത് നമുക്ക് എന്തുണ്ട്? ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി കോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെ. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് the second ionization enthalpy of an element is always greater than that of the first ionization enthalpy എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്തോളാം? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാക്സിമം നോക്കുക. മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക്ഔട്ട് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.